ആഫ്രിക്കയിൽ നിന്ന് ഗോൾഡ് വാങ്ങിച്ച് ദുബായിലേക്ക് കൊണ്ടുവരുന്നത് നോർമലി എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. ഇവിടെ പലരുടെയും വിചാരം നമ്മൾ എന്തോ തേങ്ങയോ മാങ്ങയോ വാങ്ങിക്കുന്ന പോലെ അതിനകത്ത് ബാഗിലിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇത് കൃത്യമായി ഒരു ജെനുവിൻ ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഏത് രാജ്യത്തു നിന്നാണോ വാങ്ങിക്കുന്നത് ആ രാജ്യത്ത് പെർമിഷൻ ലൈസൻസ് ഉള്ള, പലപ്പോഴും ആ ലൈസൻസ് ഫീസുകൾ വലുതാണ്, വലിയ തുകയാണ്. ആ ലൈസൻസ് ഉള്ള ഒരാളിൽ നിന്നായിരിക്കണം നമ്മൾ വാങ്ങിക്കുന്നത്. അയാളുടെ അനുമതിയോടെ, അയാളാണ് എക്സ്പോർട്ടർ, അയാളുടെ അനുമതിയുള്ള പേപ്പറുമായിട്ടാണ് നമ്മൾ ഗവൺമെന്റ് അതോറിറ്റിയിൽ അവർക്ക് അടയ്ക്കാനുള്ള ഫീസുകൾ അടച്ച് അവർ സീൽ ചെയ്ത് നമ്മുടെ കയ്യിൽ ബോക്സ് തരും. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ട് വഴി ദുബായിലേക്ക് വരേണ്ടത്. ദുബായിലെത്തിയാൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പേപ്പറുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ ദുബായ് അതോറിറ്റിക്ക്, കസ്റ്റംസിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അവരത് വെരിഫൈ ചെയ്യുന്നു. ഇതൊക്കെ എല്ലാം കറക്റ്റ് ആണെന്ന് അറിയുമ്പോൾ നമുക്ക് നമ്മളുടെ സ്വർണം നമ്മളുടെ കയ്യിൽ തന്നെ കിട്ടുന്നു. നമ്മളത് വിറ്റ് കാശാക്കുന്നു. ഇത് ഒരു ലീഗൽ ഡീലാണ്. അതല്ലാതെ അവിടെ ചെല്ല് അഡ്വാൻസ് കൊടുത്താൽ സ്വർണം തരും. കാരണം എൻ്റെ അടുത്ത് തന്നെ വന്ന പലരും അതിബുദ്ധി കൊണ്ട് ഓടി ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ ചെന്ന് ഗോൾഡ് കയ്യിൽ കിട്ടി, പക്ഷേ അതിൻ്റെ പേപ്പറൊന്നും കിട്ടിയില്ല. ഗോൾഡ് കയ്യിൽ പിടിക്കാനൊക്കെ തരുമായിരിക്കും, പക്ഷേ ഇത് കൊണ്ടുവരണമെങ്കിൽ വേറെ ലീഗൽ പ്രൊസീജിയർ വേറെയാണ്. പിന്നെ അവിടെ ഞങ്ങളുടെ ഗോൾഡ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുക, ഇനി ഇത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം നിങ്ങൾ വാങ്ങിച്ച ഒരു ലീഗൽ ഇതിലല്ല. നിങ്ങൾ വല്ല രാജ്യത്തും പോയി ആഫ്രിക്കയിൽ പോയിട്ട് മണ്ടത്തരത്തിൽ ചാടിയിട്ട് പിന്നെ ആഫ്രിക്കയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആഫ്രിക്കയുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾ മണ്ടത്തരത്തിൽ പോയി ചാടി എന്നുള്ളതാണ് കുഴപ്പം. ആഫ്രിക്ക മോശമായിട്ടല്ല, അതിന് ആഫ്രിക്കയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അതിബുദ്ധിയും കൊണ്ട് അങ്ങോട്ട് ദയവ് ചെയ്ത് പോകാതിരിക്കുക. Life never be the same again.